ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 827 ദിവസം. ഇന്ന് പാതി നോമ്പാണ്. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം ശുദ്ധമുള്ള യോഹന്നാൻ 3-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. വലിയ നോമ്പിൻ്റെ 25 ദിവസങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ രക്ഷയുടെ ദാനത്തെ സ്വീകരിക്കുവാൻ ഓരോരുത്തരും ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. ഈ കഴിഞ്ഞ 25 ദിനങ്ങൾ നമ്മുടെ ഒരുക്കം എങ്ങനെയായിരുന്നു എന്ന് നാം വിലയിരുത്തണം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും കൽപ്പനകളുടെ ആചരണവും ജീവകാരുണ്യ പ്രവൃത്തികളുമൊക്കെ നമുക്ക് പരിശോധിക്കാം. സോഷ്യൽ മീഡിയയുടെ ഉപയോഗവും അതുമൂലമുണ്ടാകുന്ന ജഡീക ചിന്തകളും നമുക്ക് വിശകലനം ചെയ്യാം. നമ്മുടെ ഒരുക്കത്തിൽ വന്നുപോയിട്ടുള്ള കുറവുകൾ കണ്ടെത്തുവാനും പരിഹരിക്കുവാനും ഇനിയുള്ളതായ നോമ്പിൻ്റെ ദിനങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താം. പ്രിയമുള്ളവരെ, പാതി നോമ്പിൻ്റെ ദിവസം പഴയ നിയമത്തിലെ നിഴലായ മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തിന് പകരം പുതിയ നിയമ പൊരുളായ സ്ലീബായെ പള്ളിക്കുള്ളിൽ സ്ഥാപിക്കുന്നു. പിച്ചള സർപ്പം കർത്താവിൻ്റെ ദൃഷ്ടാന്തമാകിയാൽ ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ അത് പ്രഖ്യാപിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ക്രിസ്തുവിങ്കലേക്ക് നോക്കാം. രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാം. ഏറ്റവും വിശുദ്ധിയോടെ നോമ്പിൻ്റെ ഇനിയുള്ളതായ നാളുകൾ ആയിരിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.